ഇപ്പം തന്നെ നിതിൻ ഗഡ്കരി പറയുന്നത് ഇതിന് പ്രൂഫൊന്നുമില്ല. ശരിയായിരിക്കും, ഐഡിയൽ കണ്ടീഷനിൽ ഇതിന് പ്രൂഫൊന്നുമില്ല. കാരണം എഥനോൾ ഐഡിയൽ കണ്ടീഷനിൽ ക്ലീനായിട്ട് ബേൺ ചെയ്യുന്ന ഫ്യൂലാണ്. എഥനോൾ ബ്ലെൻഡഡ് പെട്രോളും ക്ലീനായിട്ട് ബേൺ ചെയ്യും. പക്ഷെ പ്രോബ്ലം എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ യൂറോപ്പിലൊക്കെ വളരെയധികം ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ യൂറോപ്യൻ വ്ളോഗ്സും യൂറോപ്പിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ അറിയാം, അവർ പല ടൈപ്പ് പെട്രോൾ അവിടെ അവൈലബിൾ ആണ്. അതായത് ഈ 100% പെട്രോൾ അവൈലബിൾ ആണ്. E5, E10, E15, E20, അങ്ങനെ ഒരു റേഞ്ച് ഓഫ് എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള പെട്രോൾ അടിക്കാം. 20 ഫ്യൂവലിനെതിരെ നമുക്ക് സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല. അത് ഗവൺമെൻറ് പിൻവലിക്കാനൊന്നും പോകുന്നില്ല. അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉള്ളൊരു സൊല്യൂഷൻ. ഇന്നത്തെ നമ്മുടെ ഒരു ഡിസ്കഷൻ E20 ഫ്യൂവലിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്നുണ്ട് E20 ഫ്യൂവലിൻ്റെ കുറേ പ്രോബ്ലംസ്. അപ്പോൾ എൻ്റെ ഒരു വ്യൂ E20 ഫ്യൂവലിനെ കുറിച്ച് പറയാനും അതിൻ്റെ പ്രോബ്ലംസിൽ നിന്ന് എങ്ങനെ കുറച്ചൊക്കെ രക്ഷപ്പെടാം എന്നുള്ള ഇതാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. സോ വെൽക്കം ടു ദ വീഡിയോ ഗൈസ്. E20 ഫ്യൂവൽ ഇപ്പോൾ പുതിയത് പരിപാടിയൊന്നുമല്ല. ഇത് ബ്രസീൽ പോലത്തെ രാജ്യങ്ങളിൽ ആദ്യം തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ E27 വരെ അവൈലബിൾ ആണ്. അതുപോലത്തെ ബ്ലെൻഡുകളാണ് അവരുടെ വണ്ടികൾ യൂസ് ചെയ്യുന്നത്. എഥനോൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ലോങ് ടൈം പോളിസി ആട്ടോ. അതിൽ നിന്നൊന്നും ഗവൺമെൻറ് പിന്നോട്ട് പോകാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ വേൾഡ് ഈസ് മൂവിങ് ടുവേർഡ്സ് ഗ്രീനർ ഫ്യൂവൽസ്. അതായത് അധികം പൊല്യൂഷൻസ് ഉണ്ടാക്കാത്ത ഫ്യൂവൽസിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചൈനയൊക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ചൈനയൊക്കെ ഭയങ്കര പൊല്യൂട്ടിങ് ആയിട്ടുള്ള കൺട്രി ആയിരുന്നു. ഇപ്പോൾ ചൈന വളരെയധികം EV ഇറക്കിക്കൊണ്ടിട്ട് അവരുടെ പൊല്യൂഷനെ ഭയങ്കരമായിട്ട് കർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും ഒരു കളക്റ്റീവ് എഫേർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ എമിഷൻ കുറയ്ക്കുക. അതായത് നമ്മൾ ഒരുപാട് കാർബൺ എമിഷൻ ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെ ഇനി ഭാവിയിൽ ചിലപ്പോൾ കാർബൺ ടാക്സ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി കൂടെ അതുവരെ വരാൻ സാധ്യതകളാണ്. അപ്പോൾ ഈ കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നുള്ളത് ഒരു ഗവൺമെൻറ്റിൻ്റെ അല്ല, ഒരു ലോകത്തെ തന്നെ എല്ലാവരും കൂടെ എടുത്തേക്കുന്ന ഈ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ എടുത്തേക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ ആസ് എ ഗ്ലോബൽ പ്ലെയർ ഇന്ത്യക്കും അങ്ങനെ ഒരു പോളിസി മേക്ക് ചെയ്തേ പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമാണ് ഈ E10 ഫ്യൂവൽ, E15 ഫ്യൂവൽ, E20 ഫ്യൂവൽ ഒക്കെ. ആക്ച്വലി നമ്മുടെ ടാർഗറ്റ് കുറച്ചും കൂടെ ലേറ്റായിട്ടായിരുന്നു വരേണ്ടിയിരുന്നത്. അതായത് E20 ഫ്യൂവൽ എന്ന് പറയുമ്പോഴത്തേനും ഒരു 2030 ആ ഒരു സമയത്തായിരുന്നു E20 ഫ്യൂവലിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറേണ്ടത്. പക്ഷെ നമ്മൾ ആ സമയത്തിന് മുന്നേ തന്നെ E20 ഫ്യൂവലിലേക്ക് മാറി. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അതായത് നമുക്കൊന്ന് ടൈം കിട്ടിയില്ല. ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് ഭയങ്കര പെട്ടെന്നായിപ്പോയി. BS6 സ്റ്റേജ് 2 ഫ്യൂവൽ വണ്ടികളെല്ലാം ഓൾമോസ്റ്റ് E20 കംപ്ലൈൻ്റ് ആണ്. പക്ഷേ എൻ്റെ കാറുണ്ട്, അത് BS6 സ്റ്റേജ് 1 ആണ്. അതെ ഫ്ലൈറ്റ് വരെ നോക്കി ഇൻഡിഗോൻ്റെ സ്റ്റേജ് 1 ആണ്. അത് എനിക്ക് തോന്നണം അത് E10 കംപ്ലൈൻ്റ് ആണ്. E10 E15 കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ അതിന് മേലെ E20 കംപ്ലൈൻ്റ് അല്ല. അപ്പോൾ ഓൾറെഡി നമ്മുടെ വണ്ടികളിലെല്ലാം ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ ഈ E10 പെട്രോൾ ഓടിക്കുന്നുണ്ട്. ഈ എഥനോൾ കണ്ടൻറ്റ് എങ്ങനെ നമ്മുടെ വണ്ടികളെ മോശമായിട്ട് അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ ഈ പെട്ടെന്ന് തന്നെ ഈ E20 ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റുപ്പിയുടെ ഡിപ്രീഷിയേറ്റിംഗ് വാല്യൂ ആണ്. അതാണ് അതിൻ്റെ ഒരു എക്കണോമിക് പോയിൻ്റ് ഓഫ് വ്യൂ. അതായത് ഇപ്പോൾ നമ്മൾ ക്രൂഡ് ഓയിൽ പർച്ചേസ് ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ പർച്ചേസ് ചെയ്യുന്നത് എപ്പോഴും ഡോളറിലാണ്. ഇപ്പോൾ ഭൂരിഭാഗം കൺട്രീസും ക്രൂഡ് ഓയിൽ പർച്ചേസ് ചെയ്യുന്നത്. നമ്മളും ഡോളറിൽ തന്നെയാണ് ക്രൂഡ് ഓയിൽ പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ അപ്പം നമ്മുടെ ഫോറിൻ റിസർവിൽ നിന്ന് ഡോളർ കൊടുത്തിട്ടാണ് നമ്മൾ ക്രൂഡ് ഓയിൽ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഡോളറിൻ്റെ ഡിമാൻഡ് കൂടുകയാണ്. അപ്പോൾ ഡോളർ സ്ട്രോങ് ആവും. ഈ ഫോറിൻ ഇമ്പോർട്ട്സിൽ നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൂഡ് ഓയിൽ തന്നെയാണ്. ക്രൂഡ് ഓയിൽ നമ്മൾ ഒരു നെറ്റ് ഇമ്പോർട്ടറാണ്. നമുക്ക് ഓയിൽ ഫീൽഡുകളൊന്നും ഇല്ല, ഉള്ളതൊക്കെ വളരെ കുറവാണ്. ബോംബെ ഹൈ അതുപോലത്തെ കുറച്ച് 1-2 സ്പോട്ടുകൾ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെങ്ങനെ വന്നാലും നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ കൺസ്യൂമറാണ്. അപ്പോൾ ഒരുപാട് പൈസ നമ്മൾ
പൈസ നമ്മൾ മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുകയാണ് ഇൻ ഡോളേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രൂപ ഒരുപാട് ഡിപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡിപ്രിഷ്യേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു ഇന്ത്യൻ റുപ്പീനെ പിടിച്ചു നിർത്താൻ വേണ്ടിയും കൂടെയാണ് ഗവൺമെൻറ് സഡനായിട്ട് ഈ എഥനോൾ ബ്ലെൻഡിങ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കിയേക്കുന്നത്. ഇപ്പോൾ E10 ഫ്യൂവൽ നമുക്ക് എപ്പോഴും എല്ലായിടത്തും അവൈലബിൾ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 10% കൂടെ കൂട്ടി 20% ആക്കി കഴിഞ്ഞാൽ 20% പെട്രോള് കാശ് ഗവൺമെൻറ്റിന് സേവ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ എക്കണോമിക്സ്. പക്ഷേ കമ്മിങ് ബാക്ക് ടു നമ്മുടെ വെഹിക്കിൾസ്, ഞാൻ പറഞ്ഞല്ലോ, അതായത് വേൾഡ് ഈസ് മൂവിങ് ടുവേർഡ്സ് ഗ്രീനർ ഫ്യൂവൽസ്. അപ്പോൾ പൊല്യൂഷൻ കുറവായിരിക്കും, പക്ഷെ നമ്മുടെ വണ്ടികൾക്ക് അത്ര നല്ലതല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതായത് ഈ എഥനോൾ എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് ഹൈഡ്രോഫിലിക്കാണ്. അതായത് വെള്ളത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ അന്തരീക്ഷത്തിലുള്ള വേപ്പറിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പേഴ്സിനെ ഇത് അബ്സോർബ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വണ്ടി എവിടെയെങ്കിലും വെച്ച് നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും ടാങ്ക് ലീക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചോ, അപ്പോഴും ടാങ്കിൽ ഇപ്പോൾ വെള്ളം കയറാനോ അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഈ E20 ഫ്യൂവൽ അടിച്ച് കിടക്കുന്ന വണ്ടിയാണ്, അതിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഉടനെ ഇതിലുള്ള എഥനോളെല്ലാം കൂടെ പോയിട്ട് അവിടെയുള്ള വെള്ളത്തിലേക്ക് ബൈൻഡ് ചെയ്യും, ആ വാട്ടർ മോളിക്യൂളിലേക്ക് ബൈൻഡ് ചെയ്യും. അതൊരു പ്രോബ്ലമാണ്. അപ്പോൾ പിന്നെ ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റസ്റ്റ് വരും, അങ്ങനെ വണ്ടി തുരുമ്പടിക്കും. പിന്നെ അതായത് മെയിനായിട്ട് പ്രോബ്ലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇഞ്ചക്ടേഴ്സ്, ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സിന് പ്രോബ്ലം വരണമെന്നാണ് ഇപ്പോൾ ഒരുപാട് പേരുടെ കംപ്ലയിൻറ്റ്സ് വരുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഇഞ്ചക്ടേഴ്സിലെല്ലാം റബ്ബറിൻ്റെ ഓറിങ്സ് ഒക്കെ ഉണ്ട്. ഈ ഓറിങ്സൊക്കെ കാലക്രമേണ ഡാമേജ് ആകും. ഈ എഥനോളിനൊരു പ്രോബ്ലം ഉണ്ട്. ഈ എഥനോൾ ഈ റബ്ബറുമായിട്ട് റിയാക്ട് ചെയ്യും. ഈ റബ്ബറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈ റബ്ബർ ബൾജാവും. ബൾജായി കഴിയുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി പോകും. അത് പോയിട്ട് ഈ റബ്ബർ പൊട്ടിപ്പോവും. അതാണ് സംഭവം. ഇപ്പോൾ എഥനോൾ ഒരിക്കലും അതൊരു ഇറ്റ്സ് ലൈക്ക്, എഥനോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളാണല്ലോ, ഇറ്റ്സ് ലൈക്ക് എ സ്പിരിറ്റ് അല്ലേ. അപ്പോൾ ഈ എഥനോള് ആൽക്കഹോൾ ആയതുകൊണ്ട് തന്നെ ഇത് ഒട്ടും ഭയങ്കര വോളറ്റൈലാണ്. വോളറ്റൈൽ കോമ്പൗണ്ട്സ് എല്ലാം റബ്ബറുമായിട്ട് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും, റബ്ബറിനെ നശിപ്പിച്ച് കളയും. അപ്പോൾ ഈ എഥനോള് റബ്ബറിനെ നശിപ്പിച്ച് കളയും. അപ്പോൾ റബ്ബർ പാർട്സ് എല്ലാം പെട്ടെന്ന് പോകും. ഇങ്ങനെയാണ് നമ്മുടെ കാറുകളുടെയും ബൈക്കുകളുടെയും എല്ലാം ഈ റബ്ബർ പാർട്സ് പെട്ടെന്ന് തന്നെ പോകുന്ന കേട്ടോ. പക്ഷേ ഈ E20 കംപ്ലൈൻ്റ് ആയിട്ടുള്ള റബ്ബർ പാർട്സ് ബൈക്സ് ഇതുപോലത്തെ റബ്ബർ ഹോസസൊക്കെ റീപ്ലേസ് ചെയ്തേക്കുന്നത് ഒരു പ്രത്യേകത റബ്ബർ കൊണ്ടാണ്. എൻ്റെ അറിവ് കറക്റ്റ് ആണെങ്കിൽ അത് നൈട്രൈൽ റബ്ബർ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ടാണ്. അപ്പോൾ ആ റബ്ബറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ എഥനോളുമായിട്ട് ലെസ് റിയാക്റ്റീവാണ്, റിയാക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഫ്യൂവൽ ലൈൻസൊക്കെ സേഫ് ആയിരിക്കും. ഫ്യൂവൽ ലൈൻസ് എന്നല്ല, മറ്റ് ഹോസുകൾ, അതായത് ഈ എഥനോളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ ഹോസുകളും അതെല്ലാം സെക്യൂർഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ E20 ഫ്യൂവൽ കോമ്പാറ്റബിൾ ആയിട്ടുള്ള വണ്ടികളിൽ യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചക്ടേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഇഞ്ചക്ടേഴ്സിൻ്റെ റബ്ബർ ഓറിങ്സ് പോകുന്നത് കൂടാതെ ഈ ഇഞ്ചക്ടേഴ്സിൻ്റെ ഉള്ളിൽ ഗമ്മി ആയിട്ടുള്ള, അതായത് പശ പോലെ ഇരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവും, ഗമ്മി ഫോർമേഷൻസ്. അത് ഈ ഫ്യൂവലിലുള്ള കാര്യങ്ങളും ഫ്യൂവലിലുള്ള ട്രേസ് മിനറൽസും ഈ എഥനോളും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഉണ്ടാകുന്നതാണ് ഈ ഗമ്മി റിമൈൻസ്. അത് നമ്മുടെ വണ്ടിക്ക് നല്ലതല്ല. അപ്പോൾ ഇഞ്ചക്ടർ അടിച്ചു പോവുക, പിന്നെ ഫ്യൂവലിൻ്റെ ഉള്ളിൽ തുരുമ്പടിക്കുക, ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ എഥനോൾ കണ്ടൻറ്റ് കൂടുന്നത് കൊണ്ട് വരുന്ന പ്രോബ്ലംസ്. ഇതിന് സൊല്യൂഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊല്യൂഷനുണ്ട്. അതായത് BS4 വണ്ടികളിലൊന്നും ഇതിന് കാര്യമായ സൊല്യൂഷൻ ഇല്ല. BS4 വണ്ടികളെല്ലാം നോർമൽ പെട്രോളിൽ ഓടുന്ന, അതായത് 100% പെട്രോളിൽ അല്ലെങ്കിൽ എഥനോൾ കണ്ടൻറ്റ് വളരെ കുറഞ്ഞ ഇതിൽ മാത്രം ഓടുന്ന വണ്ടികളാണ് BS4 വണ്ടികൾ. BS6 വണ്ടികളിൽ ഇപ്പോൾ മാരുതി സുസുക്കി അങ്ങനത്തെ കമ്പനീസ് എല്ലാം ഈ E20 കിറ്റുകൾ ഇറക്കുന്നുണ്ട്. അതായത് ഫ്യൂവൽ ലൈൻസ് എല്ലാം മാറ്റാൻ പറ്റുന്ന, അതായത് ഒരു ഇഞ്ച് പോയതുണ്ട്. ഇപ്പോൾ ഫ്യൂവൽ ലൈൻസൊക്കെ നമുക്ക് മാറ്റാം, അത് റീപ്ലേസ്മെൻറ്റ് കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഒക്ടൈൻ നമ്പർ കുറച്ച് ഹൈ ആയിരിക്കും, കാരണം എഥനോളിൻ്റെ ഒക്ടൈൻ നമ്പർ കുറച്ച് ഹൈ ആയിരിക്കും. അപ്പോൾ എഥനോൾ ഇതുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേനും
95 ഒക്ടൈൻ അടുത്ത് നമ്മുടെ വണ്ടിക്ക് ഒക്ടൈൻ നമ്പർ വരും. അപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ XP95 അതൊന്നും ഈ വണ്ടിക്ക് അടിക്കേണ്ട കാര്യമില്ല. വണ്ടിയുടെ എൻജിൻ നോക്കിങ് കുറവായിരിക്കും. അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ അഡ്വാൻറ്റേജിൻ്റെ ഒപ്പം തന്നെ ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അതായത് ഇതിന് കാലറിഫിക് വാല്യൂ കുറവാണ്. അതായത് പെട്രോളിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും എഥനോളിൻ്റെ കാലറിഫിക് വാല്യൂ കുറവാണ്. അതായത് 1 ഗ്രാം പെട്രോൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റും 1 ഗ്രാം എഥനോൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റും രണ്ടാണ്. പെട്രോളിൽ കത്തുമ്പോഴായിരിക്കും കൂടുതൽ ഹീറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ പെട്രോളിൽ കൂടുതൽ പവർ ഡെൻസ് ആണ്. ഇത് പവർ ഡെൻസിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. എഥനോൾ അത്രയും പവർ ഡെൻസ് അല്ല. അപ്പോൾ എഥനോളിൽ നിന്ന് തന്നെ എമൗണ്ട് ഓഫ് പവർ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഫോർ ദ സെയിം സ്പീഡ് അല്ലെങ്കിൽ എൻജിൻ അത്ര റൺ ചെയ്യാൻ നമ്മൾ കുറച്ചും കൂടെ ഫ്യൂവൽ കൺസ്യൂം ചെയ്യും. കാരണം വണ്ടിയിൽ നിന്ന് അത്രയും പെർഫോമൻസ് കുറവാണ് വണ്ടിക്ക്. അപ്പോൾ നമ്മൾ കൂടുതൽ കൈ കൊടുക്കുക, കൂടുതൽ ആക്സിലേറ്റർ ചവിട്ടുക, അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും കൂടുതൽ ഫ്യൂവൽ ബേൺ ചെയ്യും. സ്വാഭാവികമായിട്ടും അത് വണ്ടിക്ക് ലെസ് എഫിഷ്യൻസി കുറയും വണ്ടിയുടെ. ഇപ്പോൾ ഓട്ടോകാർ ഇന്ത്യ അതുപോലത്തെ ഓൺലൈൻ ജേണൽസ് ഒക്കെ അവരൊക്കെ ടെസ്റ്റ് ചെയ്തതനുസരിച്ച് ഒരു മിനിമം ഒരു 15-16% വരെയൊക്കെ വണ്ടിയിൽ ഡ്രോപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു വണ്ടിയുടെ കാര്യം പറയാൻ, എൻ്റെ കാറിന് ആക്ച്വലി ഒരു 20 മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ നമുക്ക് E20 ഫ്യൂൽ മാത്രമേ ഉള്ളൂ. ഈ 20 km/ലിറ്റർ എന്നുള്ള മൈലേജിൽ നിന്ന് അതൊരിപ്പോൾ ഒരു 17 km/ലിറ്റർ എന്നുള്ളൊരു മൈലേജ്, അത് 3 കിലോമീറ്ററിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 3 കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേനും 10-15% ഉണ്ട്. 15 അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ വ്യത്യാസം വരും. വണ്ടിയുടെ മൈലേജ് ഉറപ്പായിട്ടും കുറയും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ ഞാൻ ചെയ്യുന്ന കുറച്ച് പരിപാടികൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഈ എൻജിൻ പാർട്സുകളിലോ ഇങ്ങനെ ഇൻറ്റേർണൽ ഇതിലൊന്നും തുരുമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ റെഗുലറായിട്ട് വണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടിയിൽ കംപ്ലൈൻസ് കുറവായിരിക്കും. പിന്നെ ഞാൻ മാക്സിമം ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു വിടും. എപ്പോഴും ഫുൾ ടാങ്ക് പെട്രോളാണ് അടിച്ചിടാറുള്ളത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഫ്യൂൽ അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്താ പറയുക, ഫ്യൂവൽ അഡിറ്റീവ്സ് ആഡ് ചെയ്യും. ഫ്യൂവൽ അഡിറ്റീവ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഫ്യൂവൽ അഡിറ്റീവ്സ് നമ്മൾ വൺ ടൈം കാർബൺ ക്ലീനിങ്ങിന് വേണ്ടി മാത്രമൊന്നുമല്ല, ഈ ഫ്യൂവലിനെ സ്റ്റെബിലൈസ് ചെയ്യാനും കൂടെ വേണ്ടിയാണ്. നമുക്കൊരു വൺ ടൈം യൂസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് തരുന്ന ഫ്യൂവൽ അഡിറ്റീവ്സ് യൂസ് ചെയ്യാം. ലിക്യുമോളി ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് സാധനം. അത് കഴിഞ്ഞ് മോട്ടൂളിൻ്റെ ഫ്യൂവൽ അഡിറ്റീവ് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ്ടെക്സിൻ്റെ ഫ്യൂവൽ സിസ്റ്റം ക്ലീനറാണ്, ഇഫ്ടെക്സ്. അപ്പോൾ കാറിനൊക്കെ ആണെങ്കിൽ ഇഫ്ടെക്സ് വൺ ടൈം യൂസ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതിന് ശേഷം നമുക്ക് റെഗുലർ യൂസിന് സിസ്റ്റം ജി എന്ന് പറഞ്ഞിട്ടൊരു ഫ്യൂവൽ അഡിറ്റീവ് ഉണ്ട്, ഇഞ്ചക്ടർ ക്ലീനറാണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഇഞ്ചക്ടേഴ്സൊക്കെ ക്ലീൻ ആവും, കുറച്ചും കൂടെ നല്ല പെർഫോമൻസ് വണ്ടിക്ക് കിട്ടും. പിന്നെ അതിന് ശേഷം ഇപ്പം ഞാൻ ബൈക്കിൽ യൂസ് ചെയ്യുന്നതെന്ന് ഇഫ്ടെക്സിൻ്റെ തന്നെ ഒരു 2 or 3 വീലറിൻ്റെ ഫ്യൂവൽ സിസ്റ്റം ക്ലീനറുണ്ട്. അപ്പം ഞാൻ അതാണ് വണ്ടിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യാം നമുക്ക്, അത് നൈസാണ്. അപ്പോൾ വണ്ടി കുറേ കൂടെ സ്മൂത്തായിരിക്കും. ഈ ഫ്യൂവലിനെ അത് സ്റ്റെബിലൈസ് ചെയ്യും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതായത് ഈ വാട്ടറുമായിട്ട് എന്തെങ്കിലും വാട്ടർ വേപ്പറായിട്ട് മിക്സ് ചെയ്യാനോ, പിന്നെ ആൻറ്റി കൊറോസീവാണ്. ഇതിൻ്റെ അകത്തൊന്നും മറ്റേ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതകളൊന്നുമില്ല. അപ്പോൾ നിങ്ങളും ഈ E20 ഫ്യൂവലിനകത്ത് നമുക്ക് സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല. അത് ഗവൺമെൻറ് പിൻവലിക്കാനൊന്നും പോകുന്നില്ല. അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉള്ളൊരു സൊല്യൂഷൻ. അപ്പോൾ നമ്മളിതുപോലെ ഫ്യൂവൽ സിസ്റ്റം ക്ലീനേഴ്സൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ അത് കുറച്ചും കൂടെ ഫ്യൂവലിനെ സ്റ്റെബിലൈസ് ചെയ്യും, വണ്ടി കുറച്ചും കൂടെ സ്മൂത്താക്കും. ഇതൊക്കെ അഡീഷണൽ ചിലവാണ്. പക്ഷേ ഒരു ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് യാതൊരുവിധ സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഈ അഡീഷണൽ ചിലവുകളൊക്കെ നമ്മൾ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇത് ചിലപ്പോൾ പക്ഷേ ഇവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പഴയ വണ്ടികളുള്ള ആളുകൾ അല്ലെങ്കിൽ പുതിയ വണ്ടികൾ തന്നെ ആയിക്കോട്ടെ, നമുക്കൊരു ഓപ്ഷൻ നമുക്കറിയാം. ഇപ്പോൾ യൂറോപ്പിലൊക്കെ വളരെയധികം ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ യൂറോപ്യൻ വ്ളോഗ്സും യൂറോപ്പിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ അറിയാം,
അവർ പല ടൈപ്പ് പെട്രോൾ അവിടെ അവൈലബിൾ ആണ്. അതായത് ഈ 100% പെട്രോൾ അവൈലബിൾ ആണ്. E5, E10, E15, E20, അങ്ങനെ ഒരു റേഞ്ച് ഓഫ് എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള പെട്രോൾ അടിക്കാം. എനിവേ നമ്മുടെ പമ്പുകളിൽ എപ്പോഴും പല പല ഇഷ്ടംപോലെ ടാങ്കുകളുണ്ടാവും, ഫ്യൂൽ ടാങ്കുകൾ. അപ്പോൾ ഏതെങ്കിലും ടാങ്കിൽ ഇപ്പോൾ ഇതൊരു ഓപ്ഷനായിട്ടെങ്കിലും കൊടുത്താൽ മതി. അതായത് പെട്രോൾ മാത്രം പ്യുവർ പെട്രോൾ അടിക്കണം. ഒത്തിരി കാശ് കൂടുതലാണെങ്കിൽ ഇപ്പോൾ XP100 ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഭയങ്കര പ്രീമിയമാണ്, 160 റുപ്പീസാണ്. അത് നമ്മൾ 115 രൂപയ്ക്ക് ഒക്കെ അടിക്കുന്ന സാധനം 160 രൂപയ്ക്ക്, അതായത് 10-50 രൂപയോളം കൂടുതലാണ് നോർമൽ പെട്രോളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ അതിന് വേറെ കുറച്ച് പ്രോപ്പർട്ടീസ് കൂടെ ഉണ്ട്. കുറച്ചും കൂടെ ആൻറ്റി നോക്കിങ് ആണ്. അങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതുകൊണ്ടായിരിക്കും അഡിക്റ്റീവ്സൊക്കെ കൂടുതലുള്ളതുകൊണ്ടായിരിക്കും അതിന് കുറച്ചുകൂടെ പ്രൈസ് കൂടുതൽ. അത് എഗ്രി ചെയ്യുന്നു. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഗവൺമെൻറ് തരേണ്ടതായിരുന്നു. കുറച്ചും കൂടെ ആസ് എ സിറ്റിസൺ ഇവർ എടുത്തൊരു ഡിസിഷൻ ഒറ്റയടിക്ക് ഗവൺമെൻറ് മാത്രമായിപ്പോയി. അല്ലെങ്കിൽ ഇത് പതുക്കെ ഒരു ട്രാൻസിഷനായിരുന്നു കൊണ്ടുവരുന്നത്. ഇത് പെട്ടെന്ന് തന്നെയാണ് ഈ മാൻഡേറ്ററി ആക്കിയത്. അത് ആ ഡിസിഷനിൽ ഇത്തിരി അല്ല നല്ല വിയോജിപ്പ് എനിക്കുണ്ട്. കാരണം നമ്മൾ വണ്ടി നോ വേ. പക്ഷെ നമുക്ക് അവരുടെ അടുത്ത് ആർഗ്യൂ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇപ്പം തന്നെ നിതിൻ ഗഡ്കരി പറയുന്നത് ഇതിന് പ്രൂഫൊന്നുമില്ല. ശരിയായിരിക്കും, ഐഡിയൽ കണ്ടീഷനിൽ ഇതിന് പ്രൂഫൊന്നുമില്ല. കാരണം എഥനോൾ ഐഡിയൽ കണ്ടീഷനിൽ ക്ലീനായിട്ട് ബേൺ ചെയ്യുന്ന ഫ്യൂലാണ്. എഥനോൾ ബ്ലെൻഡഡ് പെട്രോളും ക്ലീനായിട്ട് ബേൺ ചെയ്യും. പക്ഷെ പ്രോബ്ലം എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പമ്പുകളിലൊക്കെ എല്ലാം 100% വാട്ടർ പ്രൂഫൊന്നുമല്ല. ഈ പമ്പുകളൊക്കെ മോയ്സ്ചർ പ്രൂഫൊന്നുമല്ല. അപ്പോൾ എപ്പോഴും ഈ മോയ്സ്ചർ എന്ന് പറഞ്ഞ സാധനം എപ്പോഴും ഉണ്ടാവും. ആ മോയ്സ്ചർ ഒരു ഡ്രോപ്പ് ഓഫ് വെള്ളമാണെങ്കിൽ പോലും അതിൽ വന്നിട്ട് ഈ പെട്രോളിൽ ശരിക്കും ബൈൻഡ് ചെയ്ത് അതും ഈ എഥനോളും പെട്രോളും കൂടെ ബൈൻഡ് ചെയ്തു. അപ്പോൾ അത് ആ എണ്ണ നമ്മുടെ വണ്ടിയിൽ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ പാർട്സ് എല്ലാം ഡാമേജ് ആയിപ്പോകും. അതാണൊരു പ്രോബ്ലം. പിന്നെ മാത്രമല്ല ഈ തുരുമ്പിൻ്റെ പ്രോബ്ലം. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ കാലാവസ്ഥ ഭയങ്കര ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആയിട്ടുള്ള കാലാവസ്ഥയാണ്. പിന്നെ ഭയങ്കര മൺസൂണാണ്, ഭയങ്കര മഴയാണ്. ഇപ്പോൾ ഈ ഒരു റോയൽ എൻഫീൽഡ് ഓണർ എന്നുള്ള രീതിക്ക് നമ്മൾ പറയാം, ടാങ്കിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട് ഈ മഴക്കാലത്തൊക്കെ. ഇപ്പോൾ വെള്ളം കയറിക്കഴിഞ്ഞാൽ ടാങ്കിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഈ നൈസായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തുരുമ്പടിക്കാനും ഈ പെട്രോളും എഥനോളും ഒക്കെ ആയിട്ട് മിക്സ് ആവാനും ഒക്കെ ഉള്ള പോസിബിലിറ്റീസ് വരും. അപ്പം അങ്ങനെ ആകെ ഡാമേജ് ആവും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് യാതൊരു സപ്പോർട്ടും പ്രതീക്ഷിക്കേണ്ട ഗൈസ്. അവരിത് മാറ്റാനൊന്നും പോകുന്നില്ല. നമ്മുടെ വണ്ടി സൂക്ഷിക്കുക. നമ്മളിങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നണില്ല. നമ്മൾ ഫ്യൂവൽ അഡിറ്റീവ്സൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ വണ്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതല്ലാതെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു റൈഡേഴ്സ് അല്ലെങ്കിൽ ട്രാവലേഴ്സ് വണ്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാരെന്ന നിലയ്ക്ക് നമ്മൾ വല്ല ഫ്യൂവൽ അഡിറ്റീവ്സൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ വണ്ടിയെ സംരക്ഷിക്കുക. അത്രേ ഉള്ളൂ. സോ അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.